അങ്ങനെ ഫുള്ള് പോസിറ്റീവ് റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ റിവ്യൂ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം അഭിപ്രായമാണ് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ല, എപ്പോഴും സിനിമ വിജയിക്കുന്ന പ്രേക്ഷകർ പറയുന്ന അഭിപ്രായമില്ല. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരാൾ റിവ്യൂ പറഞ്ഞതുകൊണ്ട് അത് കണ്ടിട്ട് ആൾ തിയേറ്ററിലേക്ക് വരാൻ ഇരിക്കത്തുമില്ല. പക്ഷേ ചില സിനിമകൾക്ക് പലപ്പോഴും അങ്ങനത്തെ റിവ്യൂസ് മറ്റ് റിസൾട്ട് സമ്മാനിക്കാറുണ്ട്. പലപ്പോഴും തിയേറ്ററിലേക്ക് ആൾ വരാറുണ്ട്. സുമുദ്രനെ സംബന്ധിച്ച് പടം ഇറങ്ങി ആദ്യ ഷോ കഴിയുന്നതിന് മുമ്പ് തന്നെ റിവ്യൂ വന്ന ഇട്ട ടീമുകളുണ്ട്. അതിനുശേഷം അറിയാൻ ഇവിടുത്തെ പ്രമുഖ റിവ്യൂവേഴ്സ് ഇട്ട റിവ്യൂസ് നമ്മൾ കണ്ടു. പക്ഷേ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നമ്മൾ കാണുന്ന കേരളത്തിലെ കുടുംബ പ്രേക്ഷകർ, ഫാമിലി ഓഡിയൻസ് തിയേറ്ററിലെത്തി അവിടെ ജെനുവിനായിട്ടുള്ള അഭിപ്രായം മീഡിയ അറിയിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളടങ്ങുന്ന മീഡിയ പല തിയേറ്ററിലും പോയിട്ട് തിയേറ്റർ റിവ്യൂസ് എടുക്കുന്നുണ്ട്. അത് നമ്മൾ പോകുന്ന തിയേറ്റേഴ്സ് മാത്രമല്ല, അല്ലാത്ത തിയേറ്ററുകളിലുള്ളതും എടുക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും റിവ്യൂ പറയുന്നവരുടെ അല്ല അവർ പറയുന്നതുകൊണ്ട് തിയേറ്ററിലേക്ക് ആൾ വരാതിരിക്കില്ല എന്ന് തെളിയിച്ച സിനിമ കൂടെയാണ് ഇപ്പം സുമുദ്രയുള്ളത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിനെ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഫാമിലി ഓഡിയൻസ് തന്നെയാണ്. അവർ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് തിയേറ്ററിൽ ലൈവായിട്ടുണ്ട്. ഇന്നും വൈകിട്ടത് ഇന്ന് വർക്കിംഗ് ഡേ ആണ്, എന്നിട്ട് പോലും വൈകിട്ടത്തെ ഷോസൊക്കെ ഹൗസ്ഫുള്ളാണ്. അപ്പോൾ അത് വലിയ സന്തോഷമാണ്. പിന്നെ ഈ റിവ്യൂ പറയുന്നത്, ഇപ്പോൾ റിവ്യൂ പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അത് നമ്മുടെയൊക്കെ മൗലിക അവകാശമാണ്. നമ്മൾ കാശ് മുടക്കി ഒരു പ്രൊഡക്റ്റ് കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയാം. പക്ഷേ ഇവിടുത്തെ റിവ്യൂവേഴ്സ് ചെയ്യുന്നത് എന്താണ്? അവരൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് അതിൽ ഈ കണ്ടന്റ് ഇട്ട് അവരതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രൊഡ്യൂസറിൻ്റെ കണ്ടന്റ് എടുത്തിട്ടാണ് അവർ കാശ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ പബ്ലിക്കലി 10 പേരെടുത്തോട് അവർ നേരിട്ട് പറയും ഞാൻ പടം കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാം. പക്ഷെ അവരൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് അതിലിരുന്നുകൊണ്ട് പറഞ്ഞാൽ അവർ കാശുണ്ടാക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശത്തെ എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നെഗറ്റീവ്സ് പറയുമ്പോഴാണ് പലപ്പോഴും വ്യൂസ് കൂടുന്നത്. ശ്രദ്ധിച്ചോ, ഒരാൾ ഒരു പോസിറ്റീവായിട്ട് സാധനം അതിന് താഴെ നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നെഗറ്റീവ്സ് ഇടുമ്പോഴാണ് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവരിടുന്ന നെഗറ്റീവ്സ് കുറേ അധികം ആളുകൾ ഏറ്റുപിടിക്കും. പിന്നെ അതിങ്ങനെ പോകും. പക്ഷേ കഴിഞ്ഞ 2 ദിവസത്തോടെ അതിനുള്ള മാറ്റം വന്നതാണ്. ഇപ്പോൾ ഈ പറയുന്ന റിവ്യൂവേഴ്സിൻ്റെ ഇപ്പോൾ പോസ്റ്റിൻ്റെ ഒക്കെ താഴെ കമൻറ്റുകൾ കണ്ടറിയാം. കാരണം നിങ്ങളുടെ വാക്യം കേട്ട് സിനിമയ്ക്ക് പോയില്ലായിരുന്നെങ്കിൽ സിനിമ നഷ്ടമായെന്ന് പറയുന്ന എത്രയോ കമൻറ്റുകൾ നമ്മുടെ ടീം തന്നെ കണ്ടിട്ടുണ്ട്. ആക്ച്വലി റിവ്യൂ ബോംബിങ്ങിനെതിരെ ഇപ്പോൾ ഗവൺമെൻറ് ഇവിടെ ഒരു സ്ട്രോങ് ആക്ഷൻ എടുക്കാൻ പോവുകയാണ്. ഞങ്ങൾ റിവ്യൂ പറഞ്ഞോട്ടെ, അവരുടെ യൂട്യൂബ് ചാനൽ വെച്ചും പറഞ്ഞോട്ടെ. അതൊരു പടം ഇറങ്ങിയ 2 ആഴ്ച കഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ് പ്രശ്നം. ഇത്രയും ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി നശിപ്പിക്കാൻ വേണ്ടി റിവ്യൂ എന്ന് പറയുന്നൊരു പേരില്ല സിനിമ നശിപ്പിക്കുന്നതിനൊന്നും കൂട്ടു നിൽക്കാൻ പറ്റില്ല. അതിനെതിരെ ശക്തമായ നടപടി എന്തായാലും ഗവൺമെൻറ് സൈഡിൽ നിന്നുണ്ടാവും. ഞങ്ങൾ പേഴ്സണലി ഞങ്ങളുടെ സിനിമയ്ക്കെതിരെ ഉണ്ടായ ഒരു അറ്റാക്കിന് ഇവിടുത്തെ പോലീസ് ഹെഡിനും ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, CM-നും കൊടുത്തിട്ടുണ്ട്. അതിലൊരു റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ എല്ലാ സംഘടനകളും ഞങ്ങൾ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ തിയേറ്റർ സംഘടനകൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. തിയേറ്റേഴ്സ് ഭയങ്കര ലൈവായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. ലേറ്റ് നൈറ്റ് ഷോസ് വരെ ഹൗസ്ഫുള്ളാണ്. അപ്പോൾ അത് ഇവർക്ക് കിട്ടിയൊരു അടി തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു സിനിമ നശിപ്പിക്കാൻ ഇവരെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു തെളിവ് കൂടെയാണത്. പക്ഷേ ഇവിടെ ഒരുപാട് സിനിമകൾ ഇവർ അവിടെ നശിച്ചിട്ടുണ്ട്. ആൾ കയറാതെ പലപ്പോഴും പല സിനിമകളും പിന്നീട് OTT വന്നതിന് ശേഷം അയ്യോ നല്ലോണം വരുന്നല്ലോ ഇത് കാണാൻ പറ്റില്ലെന്ന് പറയുന്ന ഒരു പരിപാടി നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ പിന്നിൽ എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ പൈസ മുടക്കിയൊരു പ്രൊഡ്യൂസറുണ്ട്, ഇത്ര കോടി രൂപ മുടക്കിയത്. അപ്പോൾ അയാളുടെ അത്രയും പൈസ ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ് ഈ റിവ്യൂ ബോംബിങ്. അപ്പോൾ കംപ്ലീറ്റ്ലി അത് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം. ഞാനിത് പറയുമ്പോൾ നിങ്ങളിടുന്ന ഈ വീഡിയോ താഴെ വന്ന് കുറേ പേർ മെസ്സേജ് ഇടും, വളരെ നെഗറ്റീവായിട്ടിടും. അപ്പോൾ അതെന്ന് വെച്ചാൽ പലപ്പോഴും ഈ മുഖമില്ലാത്ത ആളുകളിടുന്ന മെസ്സേജുകളാണ്. അപ്പോൾ അതിനെ ഇപ്പം ചിരിച്ചോണ്ടാണ് അതിലിടുന്നത്. അല്ലേ, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ സിനിമ ഇൻഡസ്ട്രിയുള്ളവർ തന്നെ എന്നടുത്ത് പറയും അത് ശീലമില്ലാത്തതാണ്, ശീലമായിക്കോളും, മിണ്ടായിരിക്കുകയാണ്. ഇവന്മാർ ഇങ്ങനെ പറഞ്ഞിട്ട് പോയിക്കോളും, നമ്മളത് മൈൻഡ് ചെയ്യണ്ട, നമ്മുടെ സിനിമ നല്ലതാണ്, അത് ആളുകളത് കണ്ടോളും. അപ്പോൾ അത് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആക്ച്വലി ഇവരെന്ത് പറഞ്ഞാൽ വലിയ വിഷയമൊന്നുമില്ല എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. നിലവിൽ എത്ര കളക്ഷനാണ് ഇപ്പോൾ നിലവിൽ കിട്ടിയിരുന്നത്? ഇല്ല, ഇന്നലത്തെ വരെയുള്ള കളക്ഷൻ ജെനുവിൻ കളക്ഷൻ, അതായത് ഇവിടുത്തെ തിയേറ്റർ സംഘടനയും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് കൗൺസിലും കൃത്യമായ കണക്ക് അവിടെ ഉള്ള സ്ഥിതിക്ക് തന്നെ പ്രൊഡ്യൂസർ വിട്ട കണക്ക് 11 കോടി സംതിങ്, അത് കൃത്യമായ കോടിക്ക് അറിയില്ല, അതാണ് 4 ദിവസത്തെ കളക്ഷൻ. അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ വീക്കെൻഡ്, അതായത് വരുന്ന ഫ്രൈഡേ സാറ്റർഡേ സൺഡേ സിനിമ അടുത്തൊരു നല്ല ലെവലിലേക്ക് പോകുമെന്നാണ് കരുതുന്നത്. ഇപ്പം 10-15 കോടി രൂപ മുതൽ മുടക്കുള്ള സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കണമെങ്കിൽ ആദ്യം ഒരു കളക്ഷൻ ഈ സിനിമയ്ക്ക് വരികയും വേണം. അത് ഉറപ്പുണ്ട്. സിനിമ മൗത്ത് പബ്ലിസിറ്റിയിൽ നല്ല രീതിയിൽ ഫാമിലി ഓഡിയൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റെടുത്തോളൂ. വിജയത്തിന്റെ സന്തോഷം പങ്കിട്ട് രാജേട്ടൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു, രാജേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം വെച്ചാൽ ഇൻഡസ്ട്രിക്കുള്ളിൽ നിന്ന് ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തത്, അത് ഏറ്റവും വലിയ സപ്പോർട്ടാണ് രാജുവേട്ടൻ തന്നത്. കാരണം രാജുവേട്ടൻ ആ പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് പേഴ്സണലി മെസ്സേജ് ഇടുകയും ചെയ്തു, കീപ് ഗോയിങ്, ഇതൊക്കെ നെഗറ്റീവ് റിവ്യൂസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നെഗറ്റീവ് നോക്കേണ്ട ആവശ്യമില്ല, സിനിമ നല്ലതാണെങ്കിൽ അതിവിടെ ജനങ്ങൾ ഏറ്റെടുക്കുന്നത്.
അത് പലതവണയും അദ്ദേഹം അനുഭവിച്ച് പോയ ഒരു സ്റ്റേജും കൂടെ ആയതുകൊണ്ട് പുള്ളിക്ക് അത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റി. എൻ്റെ അടുത്ത് പുള്ളി ഞാൻ പുള്ളിക്ക് ഒരു മെസ്സേജ് ഇട്ടിരുന്നു, ചേട്ടാ ഇങ്ങനെ ഒരു വിഷമം തോന്നുന്നു, ചില ഒരേ കണ്ടന്റ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് പലയിടത്തും കൊണ്ടിട്ട് സിനിമ നഷ്ടം. പുള്ളി പറഞ്ഞു അത് കുഴപ്പമില്ല, അത് പുതിയ ആളാണ്, ശീലം ഇല്ലാത്തതുകൊണ്ട് അത് ശീലം ആയിക്കോളെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹമൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്ത് പോയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതേ മാത്രമല്ല ഒരുപാട് പേര് ഇൻഡസ്ട്രിയിലെ മെയിൻ ആർട്ടിസ്റ്റുകൾ എല്ലാവരും തന്നെ നമുക്ക് സിനിമയുടെ റിസൾട്ട് കണ്ടിട്ട് മെസ്സേജ് ഇട്ടിരുന്നു. അതിൽ പലരും ഇപ്പം അവരുടെ പോസ്റ്റും സ്റ്റോറിയൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ഇനി അതിന് അങ്ങനെ കാര്യമായ പ്രശ്നമൊന്നും ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. അഭിലാഷ് ചേട്ടാ, ഈ അശ്വിൻ ഗോക്കിന്റെ റിവ്യൂ കണ്ടായിരുന്നു? പുള്ളി ഭയങ്കര ഇതായിട്ടാണ് വെച്ചത്. അപ്പൊ അത് കണ്ടപ്പോൾ എന്തെങ്കിലും അങ്ങനെ കുറെ കഷ്ടപ്പെട്ട് എടുത്തൊരു പടമാണ്. അപ്പൊ ഇത് ഇത്രയും ഡീഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ ഇതേപോലെ പറയുമ്പോഴത്തേക്ക് പുള്ളിക്ക് അതിന് മാത്രം വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു ക്യാമറയോ ഒരു മുറിയുണ്ട്, പുള്ളിക്ക് അത് ചെയ്യാം. അതുകൊണ്ട് പുള്ളിക്ക് കാശ് കിട്ടുന്നുണ്ട്, യൂട്യൂബിൽ പുള്ളിക്ക് വരുമാനം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പുള്ളി അദ്ദേഹത്തിൻ്റെ കുടുംബവും നല്ല ഹാപ്പി ആയിട്ട് ഇതുണ്ട്. അത് നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ ആശയമാണ്, അതിലേക്ക് സന്തോഷമുണ്ട്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് മുന്നത്തെ സിനിമകൾ നല്ലത് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം മാളികപ്പുറത്ത് നല്ല റിവ്യൂ ഇട്ടാണ്, നൈറ്റ് ഡ്രൈവ് നല്ല റിവ്യൂ ഇട്ടാണ്. അപ്പം അദ്ദേഹം നല്ലത് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ പൊക്കി പറയുകയും അദ്ദേഹം മോശം പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് മോശം പറയേണ്ട കാര്യമില്ല. ഞാൻ പേഴ്സണലി അന്നും ഇന്നും പറയുന്നുണ്ട്, റിവ്യൂ ബോംബിംഗ് എന്ന് പറയുന്ന പരിപാടി ആര് ചെയ്താൽ, അശ്വിൻ കുക്ക് ചെയ്താലും ആര് ചെയ്താലും അത് സിനിമ ഇൻഡസ്ട്രി നശിപ്പിക്കുന്ന പരിപാടിയാണ്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് ആരുടെയും മധ്യസ്ഥത ആവശ്യമൊന്നുമില്ല സിനിമ കാണാനായിട്ട്. സിനിമ ഈസ് ആൻ എൻ്റർടൈൻമെൻറ്റ്. അത് ഒരാൾ തീരുമാനിക്കുന്നതാണ്. അത് അതിൻ്റെ ട്രെയിലറും സോങ്സും ഒക്കെ കണ്ടിട്ട് ഈ പടം നമ്മൾ കാണാൻ തീരുമാനിക്കുന്നത് ഫാമിലിയുടെ തീരുമാനമാണ്. അത് കണ്ടതിന് ശേഷം അവരല്ലേ ഡിസൈഡ് ചെയ്യുന്നത്. ഇതൊരാൾ വന്നിരുന്ന് പറയുകയാണ്, ആദ്യത്തെ ദിവസത്തെ ഷോ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഞാൻ പടം കണ്ടു, എനിക്ക് വർക്കായിരുന്നു, നിങ്ങളാരും പോകല എന്ന് പറയുന്നത് ജനുവലി ഇതിന് പച്ച മലയാളത്തിൽ തെമ്മാടിത്തലെന്ന് പറയുന്നത്. അതിനെതിരെ ഇവിടുത്തെ ലീഗൽ നടപടി അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കറിയില്ല ഇത് മുന്നോട്ടുള്ള ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ. ഇതിൽ ഇവരെയൊന്നും പേടിച്ച് സിനിമ ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ ഇവരെ പേടിച്ച് മുന്നോട്ട് പോകുന്നത് ഞങ്ങളെ ട്രസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫാമിലി ഓഡിയൻസ് ഉണ്ട്. എൻ്റെ സിനിമകൾ എപ്പോഴും ഞാൻ പറയും, എൻ്റെ സിനിമകൾ 100% ഞാൻ പറയും ഫാമിലി ഓഡിയൻസിന് മാത്രം എടുക്കുന്ന സിനിമയാണ്. അപ്പോൾ അത് അവർ ഈ സിനിമയ്ക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർ വരുന്നുണ്ട്. സിനിമയ്ക്ക് രണ്ട് അഭിപ്രായം കാണാം, സിനിമ ഇഷ്ടപ്പെടുന്നവരാണ്, ഇഷ്ടപ്പെടാത്തവരാണ്. അപ്പോൾ ഇനി ഇതൊരു ആർട്ട് ഫോമാണ്, നമ്മൾ ചെയ്ത ആർട്ട് ഫോം ഇഷ്ടപ്പെട്ടവർ കണ്ടോട്ട്, ഇഷ്ടപ്പെടാത്തവർ ഓക്കെ, അത് നമ്മളെ പേഴ്സണലി പറയാം. അതൊരു ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പോയിട്ട് വളരെ മോശമായിട്ട് അത് പേഴ്സണലി പോലും ഒരു അറ്റാക്ക് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടൊരു കമൻറ്റാണ്, അമ്പലത്തിൽ ആളെ കയറ്റാൻ വേണ്ടി സിനിമ എഴുതുന്ന ആളാണ് ഞാനെന്ന്. എനിക്കത് മനസ്സിലായത് എന്ത് അർത്ഥത്തിലാണ് പറഞ്ഞതെന്നുള്ളത്. കാരണം സുമതിയോടെ കണ്ടിട്ട് എത്ര പേരാണ് അമ്പലത്തിൽ പോകുന്നത് എനിക്കറിയില്ല. മാളികപ്പുറത്തെ സിനിമയിൽ പിന്നെ അതിലൊരു ഡിവൈൻ ഇതെങ്ങനെ എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ നാളെ ഇനിയും ഞാൻ അങ്ങനത്തെ സിനിമകൾ ഇപ്പോൾ ഞാൻ ചെയ്യും. ഇനിയൊരു മാളികപ്പുറം പോലെ സിനിമ ഞാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിന് മുന്നും ഫിലിം ക്രിട്ടിക്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ക്രിട്ടിക്സ് വരുന്നത്. നമുക്കൊന്നും ഡൈജസ്റ്റഡ് ആവാത്ത രീതിയിലുള്ള ഒരാളെ മോശമായി ചിത്രീകരിക്കുകയും ചിലരെ പൊക്കി പറയാൻ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ക്രിട്ടിക്സ് ആണ് ഇപ്പോൾ വരുന്നത്. ജെന്യൂനായിട്ടുള്ളൊരു ക്രിട്ടിക്സ് ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ അതിന് ക്രിട്ടിക്സ് അന്നും ഇന്നും ഞാനല്ല സിനിമ ക്രിട്ടിക്സ് ചെയ്ത് തെറ്റൊന്നുമല്ല. പക്ഷേ ഇത് ക്രിട്ടിക്സ് അല്ല, ഇതിലൂടെ ഈ വരുമാനത്തിലൂടെ ചെയ്യുന്ന പരിപാടിയാണോ ഇതെങ്ങനെ ക്രിട്ടിക്സ് ആവുന്നത്? ക്രിട്ടിക്സ് എന്ന് വെച്ചാൽ അവരൊരു നോർമലി അവർ 10 പേരോട് പറയട്ടെ സിനിമയെ പറ്റി, അവർ ഓപ്പൺ ഫോറത്തിൽ പോയി സംസാരിക്കട്ടെ, അതിലൊരു അന്തസ്സുണ്ട്. പക്ഷേ ഇത് അവരുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്കിൽ ഇതിൽ നിന്നൊക്കെ വരുമാനമാണ് കിട്ടുന്നത്. ഈ വരുമാനം എന്ന് പറയുന്നത് ആക്ച്വലി ഇവർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ സാധനം ഇങ്ങനെ നെഗറ്റീവ് ആയി. അതായത് നമ്മളതിൻ്റെ എന്താ പറയുക, ഇപ്പോൾ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, അതിന് താഴെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നു. ഇതൊരു എൻഗേജ്ഡ് ആകുമ്പോഴാണ് ഇതിന് വരുമാനം കിട്ടുന്നത്. ഈ എൻഗേജ് ആവാൻ ഏറ്റവും നല്ലത് നെഗറ്റീവ്സാണ്. അപ്പോൾ അവരിതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇതിന് കഷ്ടപ്പാടാണെങ്കിൽ ഒരു 19 ദിവസം ലൊക്കേഷനിൽ നിന്ന് ഒരു സിനിമയുടെ കൂടെ നിൽക്കും. ഇപ്പോൾ അശ്വിൻ ഗോക്കാണെങ്കിൽ ആരാണെങ്കിലും ഞാൻ ഒരു സിനിമയുടെ ഒപ്പം വന്നിരുന്ന എന്നോട് ജോലി ചെയ്തു. അപ്പം മനസ്സിലാവും ഇതിൻ്റെ കഷ്ടപ്പാട് എന്താണോ. ഈ കഷ്ടപ്പാട് മനസ്സിലാക്കിയാൽ ഒരിക്കലും ഇവരൊന്നും ജനുവൽ സിനിമയെ സ്നേഹിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമയെ ഈ റിവ്യൂ ഒന്നും ബാധിക്കുന്നില്ല, റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നു. പക്ഷെ ആസ് എ പേഴ്സൺ നിലയിൽ ഇത് ഫീൽ ചെയ്യാറുണ്ട്. അല്ല, സിനിമയെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ സിനിമ അറ്റാക്ക് ചെയ്ത സിനിമ ഈ സിനിമ രക്ഷോട്ട് പോകും. എല്ലാ സിനിമയ്ക്കും വ്യക്തി നിലയിൽ ഇത് ബാധിക്കും. അല്ല, വ്യക്തിപരമായിട്ടുള്ള അറ്റാക്ക് ചെയ്യുന്നത് അത് അശ്വിൻ ഗോക്കിനല്ല പറയുന്നത്. അശ്വിൻ ഗോക്ക് ഒരിക്കലും വ്യക്തിപരമായിട്ടൊന്നും എന്നൊന്നും പറയുന്ന ആളൊന്നുമില്ല. അല്ലാതുള്ള പേഴ്സണൽ അറ്റാക്ക് ചെയ്യാൻ കാണുന്നത് അത് മാളികപ്പുറം സിനിമ കഴിഞ്ഞ സമയം മുതൽ ഞാൻ അനുഭവിക്കുന്നതാണ്. പക്ഷെ ഇപ്പം ഞാനത് ശീലമായി. ഇത് പറയുന്ന പോലെ അതൊക്കെ ഒരു ശീലമാണ്. അത് സാരമല്ല, അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെ ഞാൻ കരുതുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഇപ്പം നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറേ അധികം വിമർശനങ്ങൾ, ആദ്യത്തിൻ്റെ സിനിമയുടെ പേരിൽ പോലും ഒരു അവാർഡ് വന്നിട്ടില്ല എന്ന് പല രീതിയിലും ആഗ്രഹം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള സ്റ്റോറിക്ക് എന്തുകൊണ്ട് മാനദണ്ഡത്തിലാണ് അവാർഡ് കൊടുത്തതെന്ന് പറയുന്നത്.
ഇത് കണ്ടിട്ടുണ്ടായിരിക്കും എന്താ പറയാനുള്ളത്? ഇപ്പൊ ഊർവശിച്ച് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ ഞാൻ എന്ത് പറയുന്നത് അത് വിവാദമായി മാറത്തില്ല. ഊർവശേച്ചി പറഞ്ഞ പോലെ ഊർവശേച്ചിക്ക് എതിരായിട്ടും ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്, സപ്പോർട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് ഇത് ഇവിടെ കുറേ നാളായിട്ട് ഇതൊക്കെ തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ശബ്ദം ഉയർത്തുവാണെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു. നമ്മൾ ശബ്ദം ഉയർത്താതിരിക്കാണ് ഇപ്പം ഞാൻ നോക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് നാളെ ഞാൻ ഇനിയൊരു സിനിമ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുക അത് അതിൻ്റെ ഇരട്ടി തന്നെ അറ്റാക്ക് ചെയ്യും. തൽക്കാലം ഇപ്പോൾ നാഷണൽ അവാർഡ് കേസിൽ എനിക്കറിയില്ല, ആടുജീവിതം ഡിസേർവ് ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ആടുജീവിതം പോലൊരു സിനിമ നാഷണൽ അവാർഡ് ഡിസേർവ് ആകുന്ന ഒരു സിനിമയാണ്. എന്തുകൊണ്ട് കിട്ടിയില്ലെന്ന് എനിക്കറിയില്ല. ഇതേപോലൊരു അവസ്ഥ ഞങ്ങൾ മുന്നേ അനുഭവിച്ചിട്ടുണ്ട്. കാരണം മാളയപ്പുറത്തെ നാഷണൽ അവാർഡ് കിട്ടിയിരുന്നു, നമ്മുടെ ശ്രീപദിന് മികച്ച മാനദണ്ഡത്തിലുള്ള അവാർഡ് കിട്ടിയിരുന്നു. പക്ഷെ അതേ കുട്ടികൾക്ക് കേരളത്തിലൊരു അവാർഡ് പോലും കിട്ടിയിട്ടില്ല. അന്നും കുറേ പേര് വന്നിട്ട് ഞങ്ങളുടെയൊക്കെ ഇതേപോലെ നമ്മൾ ഒരിക്കലല്ല, അതൊരു ജൂറിയുടെ തീരുമാനമായിരുന്നു. അതങ്ങനെ പോട്ടെന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങളന്ന് പ്രതികരിക്കാതെ പോയത്. ഞാൻ പറയല്ല, ഇത് ചിലരുടെ ഇഷ്ടമാണല്ലോ. ജൂറിയിൽ ഇരിക്കുന്ന ഒരു കുറേ ആളുകളാണല്ലോ. അവർ ഒരുമിച്ചെടുക്കുന്ന തീരുമാനം വെച്ചാൽ ആ സിനിമ അവർ കാണുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ഇഷ്ടത്തിലാണ് അത് ചെയ്യുന്നത്. അതിൽ വ്യക്തിപരമായി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നാഷണൽ അവാർഡ് റിസൾട്ട് ഈ രീതിയിൽ വരാൻ കാരണം എമ്പുരാൻ പോലത്തെ ഒരു ഫിലിമാണെന്ന രീതിയിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. അതുപോലെ കുറെ ആൾക്കാർക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ കമന്റ്സ് ആണെങ്കിൽ അങ്ങനെയൊക്കെയാണ് തന്നെ പറയുന്നത്. അങ്ങനെ തോന്നാണ് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എമ്പുരാൻ സിനിമ കാരണം നാഷണൽ അവാർഡ് കൊടുത്തില്ല, എനിക്ക് തോന്നുന്നില്ല. രാജുവേട്ടനെയും ലാലേട്ടനെയൊക്കെ ആ സമയത്ത് ഇവിടെ ഭയങ്കരമുള്ള ഒരു വേട്ടയാടലുണ്ടായി. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു രാജുവേട്ടനെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വേട്ടയാടുന്നത്. ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണ്. അതേ രാജുവേട്ടനല്ല ഇപ്പം മാളിപ്രതിയുടെ സിനിമയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടി പോസ്റ്റ് ഇട്ടായിരുന്നു. അത് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യം ഇട്ട ഒരാളും പുള്ളി തന്നെയാണ്. അപ്പം ഒരിക്കലും അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിവേ ആടുജീവിതത്തിന് അവാർഡ് കിട്ടേണ്ടതായിരുന്നു. അത് ഞാൻ കിട്ടാൻ ആഗ്രഹമാണ്. അത്രയും എഫോർട്ട് എടുത്തിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടി. കേരള സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു. കേരള സ്റ്റോറി കണ്ടിട്ടുണ്ട്. അതിന്റെ ഇതിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല. ആടുജീവിതത്തിന് അഭിപ്രായം പറഞ്ഞാൽ വേറൊരു ഇതിലേക്ക് അത് വ്യാഖ്യാനിക്കും. കാരണം അതറിയാമല്ലോ. കാരണം അമ്മയെ തല്ലിയാളി 2 വർഷം എന്ന് പറയുന്ന നാടാണ് നമ്മുടെ. അതുകൊണ്ട് ഞാൻ അതിൽ അഭിപ്രായം പറയുന്നില്ല. ഇവിടെ ചോദിച്ച റിവ്യൂ ബോംബിങ് ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ പറയുന്നു. റിവ്യൂ ബോംബിങ് കംപ്ലീറ്റ്ലി ഇവിടെ ബാൻ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനെതിരെ ഞങ്ങളിപ്പോൾ ലീഗൽ നടപടി പോയിട്ടുണ്ട്, പല സിനിമാക്കാരും പോയിട്ടുണ്ട്. ഉടനെ തന്നെ ഓണറബിൾ ഹൈക്കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു വിധി വരും എന്നാണ് ഞങ്ങളുടെ. അതുപോലെ ചേട്ടാ 14-ാം തീയതി കൂലി ഇറങ്ങുവാണ്. അപ്പോഴത്തേക്ക് വലിയ ബിഗ് ബഡ്ജറ്റ് പടം വരാൻ നേരത്ത് നമുക്ക് സ്ക്രീൻ കുറയ്ക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിനെങ്ങനെ സ്ക്രീനിങ് ഉണ്ടാവുമോ? അതെ, നമ്മളെന്തായാലും ഗൂഗിളാണല്ലോ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ കൂലി വന്നാലും നമുക്ക് അങ്ങനെ തിയേറ്റർ ഒരുപാട് കുറയുന്ന എനിക്ക് തോന്നുന്നില്ല. ഷോർട്ട് ടൈമിങ് കുറവായിരിക്കും. ഇവിടെ നമുക്ക് ഒരു പല നല്ല സിനിമകൾ വരുമ്പോഴും ഇതേപോലെ വലിയ ബിഗ് ബഡ്ജറ്റ് അല്ലെങ്കിൽ മെയിൻ ആർട്ടിസ്റ്റിൻ്റെ ഒരു പടം വരാൻ നേരത്ത് സ്ക്രീൻ ഭയങ്കര കുറയ്ക്കുക. 2 കാര്യം. ഒന്ന്, ഇൻഡസ്ട്രിയിൽ അങ്ങനെ അതൊരു വലിയ മുതൽ മുടക്കി വരുന്ന സിനിമ. തിയേറ്ററിൽ വലിയ പ്രതീക്ഷയാണ് അതിലും. അത്രയും ആൾ തിയേറ്ററിലേക്ക് വരും. ഇത് നിലനിൽക്കണമല്ലോ. പക്ഷേ ചില വലിയ പടം വരുമ്പോൾ ചെറിയ സിനിമകളെ ബാധിക്കും. നമ്മൾ 4 ഷോ ഓടുന്ന സിനിമ 2 ഷോയായി മാറും. അത് കിട്ടുന്ന ചിലപ്പോൾ രാവിലത്തെ ഷോ ആയിരിക്കും, അതിന് ആൾ കാണുന്നില്ല. പ്രൈം ഷോസ് കിട്ടണമെന്നില്ല. അപ്പം കൂലി എന്തായാലും 2 ആഴ്ച കൊണ്ടാണ് വരുന്നത്. 2 ആഴ്ച വരെ ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് അങ്ങനെ വലിയ പിന്നെ രജനി സാറിൻ്റെ പടമല്ല, അത് നമ്മളും കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അതും 100% അതൊരു വലിയ സക്സസ് ആവുന്ന സിനിമയാണ്. രജനി സാറിൻ്റെ മകളുമായിട്ടൊരു പ്രോജക്റ്റ് അത് അന്ന് ഡിസ്കസ് ചെയ്തൊരു പ്രോജക്റ്റ്, അതിൻ്റെ ഒരു സ്റ്റോറി ഞങ്ങൾ മാറ്റിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. എപ്പോൾ നടക്കുമെന്ന് അറിയില്ല. പക്ഷെ അതിന് മുന്നേ ഒരു വിശാൽ പടം തമിഴിൽ തുടങ്ങും. എൻ്റെ സെക്കൻഡ് തമിഴ് പടം വിശാൽ പടമായിരിക്കും. ഉണ്ണിച്ചേട്ടൻ്റെ അടുത്ത സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന അത്ഭുത ദ്വീപിന്റെ അതിന്റെ പ്രോഗ്രഷൻ അടുത്ത വർഷമുള്ളൂ. എന്തായാലും അടുത്ത വർഷം നടക്കുന്നുള്ളൂ. അടുത്ത വർഷം സ്റ്റാർട്ടിംഗ് ആണ്. 3Dയിലൊക്കെ ചെയ്യേണ്ട പടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രൊഡക്ഷനും ഫൈനലാവുന്നേ ഉള്ളൂ. ഒരു വലിയ ബഡ്ജറ്റ് ചെയ്യേണ്ട പടമാണ്. ഈ സത്യം പറയുമ്പോൾ വലിയ ബഡ്ജറ്റ് പടം ചെയ്യാൻ പേടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സൈഡിൽ കൂടെ ഗോകുലത്തിന്റെ ഇതിൽ തന്നെയാണോ വരാൻ പോകുന്നത്? ഗോകുലം പ്രൊഡ്യൂസ് ചെയ്ത പടം അതല്ല. ഗോകുലം പ്രൊഡ്യൂസ് ചെയ്യുന്നത് M. മോഹനേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടം. ഞാനിപ്പോൾ അനൗൺസ് ചെയ്തിരുന്നു ചെറിയ ലക്ഷ്മിക്കുട്ടി എന്ന പടം. അത് കഴിഞ്ഞാൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാബ്ലോ പാർട്ടി ഷൂട്ട് നടക്കും. അത് കഴിഞ്ഞാൽ എൻ്റെ ഡയറക്ഷൻ പോയിട്ടായിരിക്കും. അപ്പോൾ അത് എൻ്റെ ഒരു ഫൈനൽ ഡിസ്കഷൻ നടക്കുക. അപ്പോൾ അതെന്തായാലും ഈ വർഷം ലാസ്റ്റ് ആകും. വേറൊരു പ്രൊജക്ട് അനൗൺസ് ചെയ്യാൻ ജോസി സാർ നിലയിൽ അതിനെ കുറിച്ച് അറിയാം, ഒരു ധാരണ എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടതേ ഉള്ളൂ ഇങ്ങനെ പ്രോജക്റ്റ് ഉണ്ടെന്നുള്ളത്. അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും എനിക്കറിയില്ല. സംഭവിക്കട്ടെ. ഓക്കെ.